Hi dear students, welcome to Innovations Technical Institute. കേരള PSC ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്, ഈ ഒരു പോസ്റ്റിലോട്ടുള്ള സാലറി എത്രയാണ്, പിന്നെ അതേപോലെ എത്ര വേക്കൻസി ഉണ്ട്, പിന്നെ ഈ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റിംഗ് എവിടെയാണ് വരിക, പിന്നെ എന്താണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്ത് ജോബാണ് വരിക, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ അതേപോലെ കേരള PSC ഈ ഒരു പോസ്റ്റിലോട്ട് നടത്തിയ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, ലാസ്റ്റ് എക്സാം എന്നാണ് നടത്തിയത്, അതിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, എത്ര പേർക്ക് ജോബ് കിട്ടി, പിന്നെ ഈ ഒരു എക്സാമിനുള്ള ഡീറ്റെയിൽഡ് സിലബസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസ്റ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ IEO. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 30/2024. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ 50,000 മുതൽ 1,00,000 വരെയാണ് വരിക. 50,200 ടു 1,05,300 ഇതാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വാക്കൻസി, ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ്, അതായത് ഇനി വരാനുള്ള വാക്കൻസികൾ, അതായത് ഈ ഒരു എക്സാം നടന്ന് അതിൻ്റെ റിസൾട്ട് വന്ന് പിന്നെ അതിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ എത്ര വേക്കൻസിയാണുള്ളത് ആ വേക്കൻസിയിലോട്ട്, പിന്നെ ലിസ്റ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വേക്കൻസിയിലോട്ടൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ ഇത് ജനറൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റാണ്. ഇതിൽ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. പിന്നെ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ BE ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് ബിടെക് ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ BE ഉണ്ട്, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2/5/2024. അതായത് ഇതിപ്പോൾ ഏപ്രിലാണ്, അടുത്ത മാസം 2-ാം തീയതി വരെ 2/5/2024 വരെ ടൈമുണ്ട്. അപ്പോൾ ബിടെക് ഡിഗ്രി അല്ലെങ്കിൽ BE ഡിഗ്രി ഉള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഇനി എവിടെയാണ് ഇതിൻ്റെ ജോബ് വരുന്നത്? അപ്പോൾ വരുന്നത് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസാണ്. നമ്മൾ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട്. ഓരോ താലൂക്കിലും, ഇപ്പോൾ നമ്മൾ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ആ ജില്ലയിൽ ഒരു 4-5 താലൂക്ക് ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകര എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ കൊല്ലം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം, കരുനാഗപ്പള്ളി. അപ്പോൾ എല്ലാ ജില്ലയിലും എന്തുണ്ട്, താലൂക്കുകളുണ്ട്. അപ്പോൾ ഈ താലൂക്കിലൊക്കെ എന്തുണ്ട്, താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഈ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിൻ്റെ അണ്ടറിൽ ഓരോ താലൂക്കിലും വരുന്ന ബ്ലോക്ക്, അതേപോലെ മുനിസിപ്പാലിറ്റി, അതേപോലെ കോർപ്പറേഷൻ, ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ പോസ്റ്റുകൾ വരിക. അപ്പോൾ താലൂക്കുകളിൽ എന്തുണ്ടാവും, ബ്ലോക്ക് ഓഫീസുകളുണ്ടാവും, അതേപോലെ മുനിസിപ്പാലിറ്റികളുണ്ടാവും, കോർപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്, ഈ IEOൻ്റെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെയാണ് പോസ്റ്റിംഗ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലത്തോട്ട് നമുക്ക് പോസ്റ്റിംഗ് കിട്ടും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിൽ ജോബിൽ വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പല സ്കീമുകളുണ്ട്. അതായത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പല സ്കീമുകളുണ്ട്. അപ്പോൾ ഈ പുതുതായിട്ട് വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ സ്കീമുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് കൊടുക്കുക, പിന്നെ അതേപോലെ അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പ്രൊവൈഡിങ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ത്രൂ വേരിയസ് ഗവൺമെൻറ് സ്കീംസ് ടു മൈക്രോ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അക്രോസ് കേരള, ആൻഡ് പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു എൻ്റർപ്രണേഴ്സ് ഇൻ സ്റ്റാർട്ടിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ദെയർ ബിസിനസ്. അപ്പോൾ കേരളത്തിൽ പുതുതായിട്ട് വരുന്ന സംരംഭകർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പിന്നെ അതേപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സപ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതിൽ പിന്നെ IEOയുടെ അണ്ടറിൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ, ജോബിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സപ്പോർട്ടിങ് സ്റ്റാഫുകൾ ഉണ്ടാവും.
ഇതിനകത്ത് ഫീൽഡ് വർക്കും വരുന്നുണ്ട്, അതേപോലെ ഓഫീസ് വർക്കും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രത്യേകത ഒരുപാട് പ്രൊമോഷൻസ് സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അതിൻ്റെ പ്രൊമോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ IEO ആയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ അടുത്ത പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ADIO, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡയറക്ടർ. ഇവിടെ ഒരുപാട് പ്രൊമോഷൻ പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് സാലറി തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല സാലറി ആണല്ലോ. അപ്പോൾ പ്രൊമോഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ 1-2 പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ സാലറി ആയിരിക്കും കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് കേരള PSC ഈ ഒരു പോസ്റ്റിലോട്ട് ലാസ്റ്റ് നടത്തിയ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 125/2018. 2018 പോസ്റ്റ് വിളിച്ചത്. 2019 എക്സാം നടന്നത്. 3/12/2019. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക്, ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46.33 ആണ്. പിന്നെ അതേപോലെ ആ ഒരു എക്സാമിന് വന്ന മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 67 ആണ്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് കുറവാണ് അല്ലേ. ഇപ്പോൾ നടക്കുന്ന എക്സാമുകളുടെയൊക്കെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ടെക്നിക്കൽ PSC എക്സാമുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ട്രേഡ്സ്മാൻ ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, പോളിടെക്നിക്കൽ ലെക്ചറർ, ഡ്രാഫ്റ്റ്മാൻ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ ആ ഒരു ട്രേഡ് മാത്രമേ പഠിക്കാനുള്ളൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് മാത്രം പഠിച്ചാൽ മതി. പിന്നെ പോളിടെക്നിക് ലെക്ചർ ആണെങ്കിൽ ആ ഒരു ബ്രാഞ്ച് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും സാധാരണ കേസിൽ. ഇവിടെ ഈ ഒരു എക്സാമിന് സാധാരണ കട്ട് ഓഫ് കുറയാറാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ബ്രാഞ്ച് പഠിച്ചാൽ പോരാ, നമുക്ക് 5 ബ്രാഞ്ചുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ബ്രാഞ്ച് അല്ലാത്ത ബ്രാഞ്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സെൽഫ് സ്റ്റഡി നമ്മുടെ ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് കോച്ചിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അതർ ബ്രാഞ്ചുകൾ, അപ്പോൾ നിങ്ങൾ സിവിലാണ് പഠിക്കണമെങ്കിൽ സിവിൽ അല്ലാതെ നിങ്ങൾ മെക്കാനിക്കൽ പഠിക്കണം, ഇലക്ട്രിക്കൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ BTechന് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചാൽ പോലെ അതിൻ്റെ കൂടെ ഇലക്ട്രോണിക്സ്, സിവിൽ, ഇലക്ട്രിക്കലൊക്കെ പഠിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം. പിന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നടന്ന എക്സാമിൽ ഇതുവരെ എത്ര പേർക്ക് ജോബ് കിട്ടി, 57 പേർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്നോവേഷൻസിനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നോവേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷമായിട്ട് BTech ലാറ്ററൽ എൻട്രി ടെസ്റ്റിൻ്റെ ലെറ്റിൻ്റെ കോച്ചിങ്സ് നടത്തി വരുന്ന സ്ഥാപനമാണ്. നമുക്ക് 3 ഓഫ്ലൈൻ സെൻ്ററാണുള്ളത്, കാലിക്കറ്റ്, തിരൂർ, മഞ്ചേരി. അപ്പോൾ BTech ലെറ്റിൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വർഷവും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അതേപോലെ ആദ്യത്തെ 100 എടുത്തു കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റിയും ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് മികച്ച റിസൾട്ടാണ് BTech ലെറ്റിന് ഇവിടുന്ന് വരാറുള്ളത്. ആദ്യത്തെ 10 എടുത്താലും ആദ്യത്തെ 20, ആദ്യത്തെ 50, ആദ്യത്തെ 100 ഒക്കെ എടുത്താലും അതിൽ മാക്സിമം സ്റ്റുഡൻസ് ഇന്നോവേഷൻസിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BTech ലെറ്റിന് പഠിക്കാനുള്ളതും എല്ലാ ബ്രാഞ്ചിൻ്റെയും ബേസിക്സ് ആണ്. ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതേ ഒരു സിലബസ് തന്നെയാണ് നമുക്ക് IEO, എക്സാക്റ്റ് സെയിം അല്ല എന്നാലും ഏകദേശം നമുക്ക് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് സിലബസ് വരുന്നത് IEOക്ക്. അപ്പോൾ IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പോസ്റ്റിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ 5 ബ്രാഞ്ചിൻ്റെ ബേസിക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നോവേഷൻസിൽ ഈ 5 സബ്ജക്റ്റിനും ക്ലാസ് എടുക്കാൻ കേരളത്തിലെ ടോപ്പ് ഫാക്കൽറ്റീസ് ആണുള്ളത്. അപ്പോൾ BTech ലെറ്റിന് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ടെക്നിക്കൽ PSC കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നടത്തിയ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ഒരുപാട് പേർക്ക് ജോബ് കിട്ടി. നമ്മൾ ഇന്നോവേഷൻസിൽ കോച്ചിങ് എടുത്ത് ഒരുപാട് പേർക്ക് ജോബ് കിട്ടി. പിന്നെ അതേപോലെ ട്രേഡ്സ്മാൻ, പിന്നെ അതേപോലെ ലൈൻമാൻ, KSEB സബ് എഞ്ചിനീയർ, അങ്ങനെ ടെക്നിക്കൽ PSCയിലും നമുക്ക് നല്ല റിസൾട്ടാണുള്ളത്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നടത്തിയ കുറേ എക്സാമിൻ്റെ റിസൾട്ടും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ഈ മാസം 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്, 20/4/2024. അപ്പോൾ നമ്മളെ കോഴ്സിന് നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഫീ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ കോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്ത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സബ്ജക്റ്റ് വൈസ് എക്സാം, ഓരോ ബ്രാഞ്ചിൻ്റെയും എക്സാം നിങ്ങൾക്ക് നടത്തും. പിന്നെ അതേപോലെ മോഡൽ എക്സാമുകൾ നടത്തും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ, വെൽ പ്രിപ്പയർഡ് റാങ്ക് ഫയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, ഇതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരും. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ സിലബസ് ആണ്. ആ സിലബസ് തന്നെ ആയിരിക്കും നമുക്ക് വരിക. സിലബസ് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പുതിയ സിലബസ് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും അതിൽ ഇൻക്ലൂഡ് ചെയ്യും.
അപ്പോൾ ഇവിടെ നമുക്ക് 6 പാർട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ വരുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റാണ് മെറ്റീരിയൽസിൽ ബ്രിക്ക്, സിമെൻറ്റ്, സ്റ്റീല്, അഗ്രിഗേറ്റ്, കോൺക്രീറ്റ്. പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് കൺസ്ട്രക്ഷൻ. അതിൽ പാർട്സ് ഓഫ് ബിൽഡിംഗ്, ഫൗണ്ടേഷന്, ഫൂട്ടിങ്, മാസണറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ സെക്ഷനാണ് സിവിൽ സർവേ, ചെയിൻ സർവേ, പ്രിൻസിപ്പിൾ ഓഫ് സർവേ, പിന്നെ അതേപോലെ മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 ബ്രാഞ്ചാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ പ്ലസ് ഒരു സെക്ഷൻ കൂടെ നമുക്ക് വരുന്നുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ലാസ്റ്റ് വന്ന സിലബസിൽ നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം വരുന്ന സമയത്ത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എങ്ങനെയായിരിക്കും. പിന്നെ അതേപോലെ ഓരോ മൊഡ്യൂളിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സിലബസിലും അങ്ങനെ PSC ഉൾപ്പെടുത്തുന്നുണ്ട്. മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓരോ മൊഡ്യൂളിന് എത്ര ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മൊഡ്യൂൾ 2 ആയിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ അത് സിലബസ് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പഠിക്കാനുണ്ട്, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ ബിടെക്കിനെ പഠിച്ചൊരു പേപ്പറാണ് അല്ലേ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് വേജ്, പേയ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്ത് തരും. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് തെർമോഡൈനാമിക്സ്, എനർജി കൺവേർഷൻ ഡിവൈസസ്, IC എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ടർബോ മെഷീൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽസ് എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് പ്രോസസ്സ്, മെഷീൻ ടൂൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഇനി അടുത്ത പാർട്ടാണ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക് സർക്യൂട്ട്സ്, അതിൽ ക്രിച്ച്ഓഫ് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്, ഫ്ലെക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, പിന്നെ അതേപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ AC ഫണ്ടമെൻറ്റൽസ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, വേവ് ഫോം, ഫ്രീക്വൻസി പീരിയഡ് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇലക്ട്രിക്കലിൽ പഠിക്കാനുള്ളത് 3 ഫേസ് സിസ്റ്റമാണ്. 3 ഫേസ് സിസ്റ്റം, അതിൽ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, അതിൻ്റെ റിലേഷൻ, അതിൽ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ കാര്യങ്ങൾ. പിന്നെ അതേപോലെ പവർ ജനറേഷൻ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. പിന്നെ മെഷീൻസ്, അതിൽ മെയിനായിട്ട് വരുന്നത് DC ജനറേറ്റർ, AC മോട്ടർ, AC ജനറേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ള കമ്പോണൻസ് ആണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അതിൻ്റെ ടൈപ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് യൂസസ്, ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ്സ്, സെനർ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്. പിന്നെ അതേപോലെ മൾട്ടിമീറ്റർ, അനലോഗ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഫംഗ്ഷൻ ജനറേറ്റർ, അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ബേസിക്. പിന്നെ UPS, GPS, GSM, GPRS, ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. പിന്നെ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ച്, പല ടൈപ്പ് സ്വിച്ചുകളുണ്ട് അല്ലേ, SPST, SPDT ആൻഡ് DPDT. പിന്നെ അതേപോലെ സെൻസർ ആൻഡ് റിലേസ്. പിന്നെ പബ്ലിക് അഡ്രസ് സിസ്റ്റം, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺ. പിന്നെ അതിൽ പഠിക്കാനുള്ളത് മൈക്രോ കൺട്രോളേഴ്സ് 8085, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കാനുള്ള ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിൽ ഡാറ്റ അക്വസിഷൻ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിങ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റ്, പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ്, പിന്നെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ, പിന്നെ അതേപോലെ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ BCD, പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടറിൽ വരുന്നത് അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്. പിന്നെ അതിൽ വരുന്നത് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, ഇതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ്, എന്താണ് പ്രോബ്ലം അനാലിസിസ്, എന്താണ് അൽഗോരിതം, എന്താണ് സ്യൂഡോ കോഡ്, എന്താണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് സിലബസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സിലബസ് ജസ്റ്റ് വായിച്ച് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അതായത് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ അതേപോലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും എക്സാമുകളും നിങ്ങൾക്ക് നടത്തും. ഓക്കെ, അപ്പോൾ കോച്ചിങ് ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഇന്നോവേഷൻസ് ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്, അത് ഒരു പോസ്റ്റാണ്. പിന്നെ വേറൊരു പോസ്റ്റാണ് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്. ഇത് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആയിരിക്കും, BTech ഇലക്ട്രോണിക്സ് ആയിരിക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നേരത്തെ വിളിച്ച പോസ്റ്റാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഇത് ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയുള്ള ഓൺലൈൻ കോഴ്സാണ്. ഇപ്പോൾ നമുക്ക് ഓഫർ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ നമ്പർ ഉണ്ട്, നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.